ഒരു ദിവസേ ആണി ചുറ്റികൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് എല്ലാ ദിവസവും എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ചുറ്റിക ഈ ആണിയോട് പറയുന്നുണ്ട്, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അടിക്കുന്നത്, നിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആണി വീണ്ടും പറഞ്ഞു, പക്ഷെ നിരന്തരം അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വേദന അനുഭവിക്കുന്നുണ്ട്. ചുറ്റിക പറയാണ്, ഞാൻ ഇങ്ങനെ നിന്നെ അടിച്ചില്ല എങ്കിൽ നിനക്ക് ആ മരത്തിൻ്റെ മുകളിൽ ഏറ്റവും ആഴത്തിലേക്ക് നിനക്ക് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. അങ്ങനെ നീ ഇറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ ആ മരത്തിന് നീ കൊടുക്കേണ്ട ബലം, ഉറപ്പ് നിനക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, നിന്നെ അടിക്കുന്നത്. അപ്പം വീണ്ടും ആണി ചോദിക്കുകയാണ്, നീ നിരന്തരം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ലേ? എന്നും ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കല്ലേ? അപ്പം ചുറ്റിക പറയുന്നുണ്ട്, ഞാൻ അടിക്കുന്നതിൽ എനിക്കൊരു മൂല്യം കിട്ടുന്നുണ്ട്. ഞാൻ നിന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചു, സാർ എന്തിനാണ് നമ്മളെ ഈ അൺഒഫീഷ്യലായിട്ട കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ സ്റ്റാഫുകളെ അവരോട് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇന്നത് പറഞ്ഞ ഒരു മറുപടി ഇത് മാത്രമാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, എൻ്റെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകൾ ഇവിടെ നിന്ന കാലത്തിനെ പറ്റിയിട്ട് റിഗ്രറ്റ് അടിക്കുന്ന കാലം ഉണ്ടാവരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പോഴും നോക്കുക, നമ്മൾ വെറുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ തോന്നുന്നത് ഒരു വെറുപ്പല്ലേ ഈ കാര്യങ്ങൾ പറയുന്നതെന്ന്. പക്ഷേ അത് പറയുന്നതിൽ വലിയൊരു മൂല്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടികളൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുമ്പോഴും നിങ്ങൾക്കും അതിൽ ഹാപ്പി ആവുക. കാരണം ഓരോ അടി കിട്ടുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അടി കിട്ടുന്നത്? നിങ്ങൾ ആ മരത്തിൻ്റെ മുകളിൽ ആഴ്ന്നിറങ്ങിപ്പോകുന്ന ആ ആണി പോലെ ഏറ്റവും ഭദ്രമായിട്ട് ബലമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ലൈഫിൽ നമുക്ക് ഒരുപാട് മേഖലകളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും, വിമർശനങ്ങളും അടികളൊക്കെ കിട്ടുന്നുണ്ടാവും. ഏത് വിമർശനം ഏൽക്കുന്ന സമയത്തും നമുക്കതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ടാവും. ലക്ഷ്യത്തിലെത്തണമെങ്കിൽ എന്തായാലും പ്രശ്നങ്ങൾ വരും. അപ്പോൾ ആ പ്രശ്നങ്ങൾ ആളുകൾ പറയുമ്പോൾ നമ്മൾ ആ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക.